ഹായ് എവരിവൺ, ഇന്നത്തെ നമ്മുടെ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് DMVPN. DMVPൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഡൈനാമിക് മൾട്ടി പോയിൻ്റ് വിർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക്. ഇത് നമ്മൾ പഠിച്ച VPN, അതായത് സൈറ്റ് ടു സൈറ്റ് VPNൻ്റെ ഒരു എക്സ്റ്റൻഷനാണ്. അതായത് നമ്മൾ നോർമലി നമ്മൾ ഒരു VPN നമ്മൾ ചെയ്യുന്ന സമയത്ത് ഓക്കെ, സപ്പോസ് നമ്മുടെ DMVPN ഇല്ലായിരുന്നു എന്ന് വിചാരിക്കുക. ഈ നെറ്റ്വർക്കിനകത്ത് ഇതൊരു ഹെഡ് ഓഫീസാണ്. ഇത് ബ്രാഞ്ച് 1, ബ്രാഞ്ച് 2, ബ്രാഞ്ച് 3. നമ്മൾ സൈറ്റ് ടു സൈറ്റ് VPN ആണ് നമ്മൾ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ബ്രാഞ്ചിലേക്ക്, ബ്രാഞ്ച് 1ലേക്ക് ഒരു ടണൽ ക്രിയേറ്റ് ചെയ്യണം. T0 എന്ന് പറഞ്ഞിട്ട് സപ്പോസ് നമ്മളൊരു ടണൽ ക്രിയേറ്റ് ചെയ്തു. ടണൽ സോഴ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇവിടുത്തെ ഇൻ്റർഫേസ് കൊടുക്കും. നമ്മൾ ഫിസിക്കൽ ഇൻ്റർഫേസ്, ഒരു ഇൻ്റർനെറ്റ് വരെ കണക്ട് ചെയ്തൊരു ഇൻ്റർഫേസ് ഉണ്ടോ, ടണൽ സോഴ്സ്. ടണൽ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഇവിടുത്തെ പബ്ലിക് IP ആയിരിക്കും. ഓക്കെ, പിന്നെ ഈ ബ്രാഞ്ചിലേക്ക് പോകാൻ വേണ്ടി വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, വേറൊരു ടണൽ ക്രിയേറ്റ് ചെയ്യണം. T1 എന്ന് പറഞ്ഞിട്ട്, ടണൽ 1 എന്ന് പറഞ്ഞിട്ട് ഇത് വേറൊരു വിർച്വൽ ഇൻ്റർഫേസാണ്. ടണൽ ഇൻ്റർഫേസ് ക്രിയേറ്റ് ചെയ്യണം. ഇവിടത്തേക്ക് വേണമെങ്കിൽ ടണൽ 2 എന്ന് പറഞ്ഞിട്ട് മൾട്ടിപ്പിൾ, അപ്പോൾ എത്ര ബ്രാഞ്ചസ് ഉണ്ടോ അത്രയും ടണൽസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പം അവിടെ റൂട്ടറിൻ്റെ ഓവർ ഹെഡ് കൂടുതലാണ്. പിന്നെ മാത്രമല്ല നമുക്കിതിനെ എൻക്രിപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് IPsec വെച്ചിട്ട് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണം. അപ്പോൾ 3 ടണലിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെയുള്ള പ്രോബ്ലം എന്താ വെച്ചാൽ ഈ ഹെഡ് ഓഫീസിൻ്റെ റൂട്ടർ ഭയങ്കര പ്രോസസ് ഇൻറ്റൻസീവായി മാറും. ഓക്കെ, ഹൈ പ്രോസസ് യൂട്ടിലൈസേഷൻ വരും അവിടെ നമുക്ക്. അപ്പോൾ ഇതിന് പകരം പിന്നെ ഇതിൻ്റെ വേറൊരു ഡിസഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ, അപ്പോൾ സപ്പോസ് ബ്രാഞ്ച് എന്ന് ബ്രാഞ്ച് ബിയിലേക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ പോകണമെങ്കിൽ തന്നെ ബ്രാഞ്ച് എന്ന് ഈ ടണൽ കൂടെ പോയി ഇവിടെ എത്തി, ഇവിടുന്ന് റൂട്ട് ചെയ്ത് വീണ്ടും ഇങ്ങനെ പോയിട്ട് വേണം കമ്മ്യൂണിക്കേഷൻ ആവാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ സപ്പോസ് നമ്മൾ വിചാരിക്കാം ഇത് ഡൽഹിയാണ് നമ്മളെ ഹെഡ് ഓഫീസ്, ബ്രാഞ്ച് 1 ഉള്ളത് കാലിക്കറ്റും ബ്രാഞ്ച് 2 ഉള്ളത് കൊച്ചിയിലുമാണ്, എറണാകുളത്തും ആണെന്നുണ്ടെങ്കിൽ കാലിക്കറ്റിൽ നിന്ന് ഡൽഹിയിൽ വന്നിട്ട് വേണം ഡൽഹിയിൽ നിന്ന് വീണ്ടും എന്ത് ചെയ്യണം, ഈ കൊച്ചിയിലേക്ക് എത്തണം. ഓക്കെ, പക്ഷേ നമ്മളിത് DMVPN വെച്ച് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ സിംഗിൾ ടണൽ മതി. ഓക്കെ, അതായത് ടണൽ സോഴ്സ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും, പക്ഷേ മൾട്ടിപ്പിൾ ടണൽ ഡെസ്റ്റിനേഷൻസ് പോസിബിളാണ്. ഓക്കെ, ഇത് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് നമ്മൾ നോർമൽ VPN നമ്മൾ GRE എന്ന് പറയുന്ന ജനറിക് റൂട്ടർ എൻക്യാപ്സുലേഷൻ GRE മെത്തേഡ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ MGRE മൾട്ടി പോയിൻറ്റ് GRE എന്ന് പറയുന്ന ഒരു പ്രോട്ടോക്കോൾ വെച്ചിട്ടാണ് നമ്മൾ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ DMVPN സപ്പോർട്ട് ചെയ്യാനുള്ള 2 പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത് മൾട്ടി പോയിൻറ്റ് GRE, പിന്നെ നെക്സ്റ്റ് ഓപ്പ് റെസൊല്യൂഷൻ പ്രോട്ടോക്കോൾ NHRP എന്ന് പറയുന്നൊരു പ്രോട്ടോക്കോൾ ഉണ്ട്. അത് എന്തിനു വേണ്ടി വെച്ചാൽ ഓരോ ബ്രാഞ്ചസിൻ്റെയും പബ്ലിക് IP കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് ഓപ്പ് അതിന് കറസ്പോണ്ടിങ് ആയുള്ള പ്രൈവറ്റ് IP കറസ്പോണ്ടിങ് ആയുള്ള പബ്ലിക് IP എത്രയാണെന്നുള്ളത് ഇൻഫർമേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോട്ടോക്കോളാണ്, റിസോൾവ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോട്ടോക്കോളാണ് NHRP എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്കൊരു ബെനിഫിറ്റ് എന്താ, സിംഗിൾ ടണൽ മതി, മൾട്ടിപ്പിൾ ഡെസ്റ്റിനേഷൻസ് പോസിബിൾ. അപ്പോൾ നമുക്ക് ഒരൊറ്റ ടണൽ കൂടെ തന്നെ നമുക്ക് മൾട്ടിപ്പിൾ ബ്രാഞ്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണക്ട് ചെയ്യാൻ പറ്റും. പ്ലസ് നമുക്ക് ഒരു ബ്രാഞ്ചിൽ നിന്ന് വേറൊരു ബ്രാഞ്ചിലേക്ക് കമ്മ്യൂണിക്കേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഡൈനാമിക് ആയിട്ടുള്ളൊരു ടണൽ ഇവിടെ ഓട്ടോമാറ്റിക്കലി ബിൽഡ് ആയിക്കോളും. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് കാലിക്കറ്റിൽ നിന്ന് ഡയറക്റ്റ് എന്ത് ചെയ്യാൻ പറ്റും, എറണാകുളത്തേക്ക് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ട്രേസ് റൂട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാൻ പറ്റും, നമുക്ക് ഇവിടെ വന്നിട്ട് നമ്മൾ വീണ്ടും കൂടെ പോകേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് ഇത് ത്രൂ തന്നെ ട്രേസ് റൂട്ടിൽ പാക്കറ്റ് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിനെക്കുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഒറ്റ സിംഗിൾ ടണലാണ് നമുക്ക് GRE IPs വെച്ച് പ്രൊട്ടക്റ്റ് ചെയ്ത് കഴിഞ്ഞാലും എൻക്രിപ്ഷൻ കാര്യങ്ങളൊക്കെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ഈ റൂട്ടിൻ്റെ പെർഫോമൻസിനെ വലിയ കാര്യമായിട്ട് ബാധിക്കാത്ത രീതിയിൽ തന്നെ നമുക്കിത് മാനേജ് ചെയ്യാൻ പറ്റും. ഡൈനാമിക് മൾട്ടി പോയിൻറ്റ് VPN ഇത് ശരിക്കും CCNPൻ്റെ ടോപ്പിക്കാണ്. CCNPയിലാണ് ഇതിൻ്റെ കോൺഫിഗറേഷൻ ലെവലിലുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. പക്ഷേ നമുക്ക് CCNAയിൽ ജസ്റ്റ് ഇത് എന്താണ് എന്നുള്ളതിൻ്റെ ഒരു ബേസിക് അവയർനെസ് മാത്രമേ നമ്മൾ പക്ഷേ എന്നാലും ഒരു ക്ലാസ് ഉണ്ട്. പക്ഷേ എന്നാൽ പോലും നമുക്ക് അധികം ഡീറ്റെയിലേക്ക് നമ്മൾ കോൺഫിഗറേഷൻ ലെവലിലേക്ക് നമ്മൾ പോകുന്നില്ല എന്നർത്ഥം. ഓക്കെ,
അപ്പം ഈ DMVPN അഥവാ DMVPN എന്താണ് എന്ന് നമ്മളൊരു ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? DMVPN ഇസ് എ സിസ്കോ ടെക്നോളജി ദാറ്റ് ക്രിയേറ്റ്സ് സെക്യൂർ ഡൈനാമിക് VPN ടണൽസ് ബിറ്റ്വീൻ ബ്രാഞ്ച് ഓഫീസസ്. പിന്നെ DMVPN കണക്ട്സ് ബ്രാഞ്ച് ഓഫീസസ് ഡയറക്ട്ലി വിത്ത് വൺ ഓൺ ഡിമാൻഡ് VPN ടണൽ സേവിങ് ടൈം ആൻഡ് കോസ്റ്റ്. പിന്നെ DMVPN ഇസ് എ ഡൈനാമിക് VPN സൊല്യൂഷൻ ഫോർ ഈസി ആൻഡ് സ്കെയിലബിൾ ബ്രാഞ്ച് ടു ബ്രാഞ്ച് കമ്മ്യൂണിക്കേഷൻ. പല രീതിയിലുള്ള ഡെഫിനേഷൻ നമുക്ക് കൊടുക്കാൻ പറ്റും. പക്ഷേ നമ്മൾ മനസ്സിലാക്കുക ഇതൊരു അഡ്വാൻസ് കൺസെപ്റ്റാണ്. ബേസിക് ഒരു ഐഡിയ മാത്രം നമ്മളിതിനെ പറ്റിയിട്ട് നമ്മൾ CCNA ലെവൽ നമ്മൾ ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പം ഇൻഫോർമേറ്റീവായി എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.